നമുക്കിനി 2-3 അനുമതികളാണ് കിട്ടാനുള്ളത്. ഒന്നാമത്തെ അനുമതി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒന്നാമത് കിട്ടാനുള്ളത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് സ്റ്റേഡിയം ഇന്ത്യയിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിഫ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയങ്ങൾ ഇന്ത്യയിലുണ്ട്, പക്ഷേ ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയങ്ങളില്ല, ഫിഫ അപ്രൂവ്ഡ് സ്റ്റേഡിയങ്ങളില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ്ങിലേക്ക് ഈ സ്റ്റേഡിയത്തെ ഉയർത്തുകയും അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ് നടത്തുകയും അത് നമ്മൾ AFC ത്രൂ ഫിഫയിൽ കൊടുത്ത് അപ്രൂവൽ മേടിക്കുകയും ചെയ്യണം. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യും? അവിടുന്ന് ആ കളി അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ അപ്രൂവൽസും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് മാച്ച് ഓഫീസറെ ഫിഫ അപ്പോയിൻറ്റ് ചെയ്യണം. നമ്മൾ ടയർ 1 ലെറ്റർ കൊടുത്തതിന് ശേഷം ഫിഫ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണം. അതൊരു 4-5 ഡേയ്സിലുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാം കൂടി തീരേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 24-ാം തീയതി 25-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്ന് നമുക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടും, ഇന്ന ദിവസം കളിക്കാം എന്ന് ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത് എന്താണ്? 25-ാം തീയതിയാണ്. 25-ാം തീയതിയോടുകൂടി നമ്മൾ ഈ കാര്യത്തിനൊരു തീരുമാനമാവും, അത് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും.